തിരുവനന്തപുരം നഗരത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടന്നു. ഭക്തലക്ഷങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരുന്നത്. ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്ന പണ്ടാരടുപ്പിൽ നിന്ന് തീ പകർന്നു നൽകിയതോടെയാണ് ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് തുടക്കമായത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാത്തിരുന്ന ഭക്തലക്ഷങ്ങൾ തങ്ങളുടെ അടുപ്പുകളിലേക്ക് തീ പകർന്നു. ക്ഷേത്ര പരിസരവും തിരുവനന്തപുരം നഗരവും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞു. നാടിന്റെ നാനാഭാഗത്തു നിന്നും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഭക്തർ എത്തിയിരുന്നു. ഞങ്ങൾ കോഴിക്കോട് മാങ്കാവിൽ നിന്നാണ് നമ്മളെല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു 12 വർഷത്തോളമായി ഞങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ ഈ പൊങ്കാല സമർപ്പിക്കാൻ വരുന്നത്. നമ്മളെ ഓരോരോ വർഷത്തെ കാത്തിരിപ്പാണ് ഇത്. അപ്പോൾ അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മളിവിടെ പൊങ്കാല അർപ്പിക്കുന്നത്. ഞായറാഴ്ച രാവിലെ എത്തിയതാണ് ഞങ്ങളിവിടെ. 3 വർഷത്തിലധികമായിട്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഇവിടേക്ക് ഞങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തിയാണ് നമ്മൾക്ക് അമ്മ. എൻ്റെ പേര് അനഘ. ഞാൻ കോഴിക്കോട് പള്ളിക്കാവിൽ നിൽക്കുന്നു. ഞങ്ങൾ 40 ആൾക്കാരടങ്ങിയ സംഘമാണ്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ബിന്ദു. ഞാൻ കോഴിക്കോട് പോലീസിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടാൻ വരുന്നത്. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ദൈവാനുഗ്രഹമായിട്ട് തോന്നുന്നു എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പ്രാവശ്യം വരാൻ പറ്റുന്നു. ഭയങ്കര ദൈവാനുഗ്രഹമായിട്ട്. നിരവധി പ്രമുഖർ പൊങ്കാല അർപ്പിച്ചു. പൊങ്കാല പ്രമാണിച്ച് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത്.